നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നിങ്ങൾ ചിരിച്ചോളാൻ പോകും. കാരണം നല്ല കമ്മ്യൂണിസ്റ്റുകാർ പലരും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്തത്. നിങ്ങൾ സംശയം ഉണ്ടെന്ന് നോക്കിക്കോ. ഈ ഇലക്ഷന്റെ റിസൾട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നോക്കിക്കോ. ഞാൻ 14 ജില്ലകളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോഴും ചിരിച്ചോ, നല്ല ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോഴും ചിരിച്ചോളാം. അവർ നമുക്കാണ് വോട്ട് ചെയ്തത്. അവരുടെ എല്ലാ പ്രതീക്ഷയും, CPM-ലെ എല്ലാ പ്രതീക്ഷയും, LDF-ലെ എല്ലാ പ്രതീക്ഷയും അവർക്ക് നശിച്ചു. അവരുടെ പ്രതീക്ഷ ഇനി UDF ആണ്. UDF എവിടെയാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത്? എവിടെയാണ് ഈ ഗവൺമെന്റ് ജനങ്ങളെ നിരാശരാക്കിയത്? എവിടെയാണ് ഇവർ തകർന്നു പോയത്? അവിടെ കേരളത്തെ കൈപിടിച്ചുയർത്താൻ UDF-ന് കഴിയും എന്നുള്ള ബോധ്യം കേരളത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനത് വെറുതെ പറയല്ല. എവിടെയാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് UDF ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ പദ്ധതി ജനുവരിയിൽ പ്രഖ്യാപിക്കും. ജനുവരി കൃത്യമായ പദ്ധതി. നമ്മൾ സാധാരണത്തെ പ്രതിപക്ഷത്തിന്റെ ജോലി എന്താ? ഗവൺമെന്റിനെ വിമർശിക്കുക, അല്ലെ? ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ഗവൺമെന്റിനെതിരായി കുറ്റപത്രം സമർപ്പിക്കുക. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് പോരാ. ഇനി നിങ്ങൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് സാധാരണക്കാരന്റെ മനസ്സിലും പുതിയ തലമുറയുടെ മനസ്സിലും ഒരു ചോദ്യമുണ്ട്. നമ്മൾ വന്നാൽ ഇവർ പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ അതിനെയെല്ലാം ഉയർത്തി എഴുന്നേറ്റ് കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് കൃത്യമായ പദ്ധതി